അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് തൊട്ട് നമ്മൾ വേറൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. കണ്ടിന്യൂസ് ആയിരിക്കില്ല, എന്നാലും നമുക്ക് പറയാം സീരീസിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം റിവ്യൂ എന്ന് തന്നെ. അപ്പോൾ ലോങ് ടേം റിവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ നേരത്തെ കുറേ നാൾ മുമ്പ് മേടിച്ചിട്ടുള്ള സാധനം അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് ഇപ്പോഴും വെറുത്താണ്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഗ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ ലോങ് ടേം റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ അണ്ടറിൽ പോയിട്ട് അൺബോക്സിങ്ങോ റിവ്യൂ വീഡിയോയുടെ അണ്ടറിൽ പോയിട്ട് ലോങ് ടേം റിവ്യൂ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. സാധനം എൻ്റെ കയ്യിലുണ്ട്, വീഡിയോ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു തംസപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൈലി കൊണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ കയ്യിലില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ചോദിക്കാറുള്ളൊരു സാധനമായിരുന്നു ഈ ഒരു പ്രൊജക്ടർ, ഈ ഒരു മിനി ആൻഡ്രോയിഡ് പ്രൊജക്ടർ. അത്യാവശ്യം നല്ലപോലെ തന്നെ നമ്മുടെ ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൈസ് പോയിന്റിന് കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ഷൻ ക്വാളിറ്റി ഇത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതും അതിന് മാത്രം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല, ഉപയോഗം കുറവായിരുന്നു. നമ്മുടെ ഇതിലൊക്കെ ഫോണൊക്കെ ഉള്ളതുകൊണ്ടിട്ട് പിന്നെ വലിയ രീതിയിൽ ഉപയോഗമില്ല, മാക്സിമം നമ്മൾ കുറച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം എങ്ങനെയുണ്ട് കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വയറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിമോട്ട് ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് പൊക്കത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാം, അതായിരിക്കും ഒരു ഇത്തിരി കൂടെ നല്ലത്. കംപ്ലീറ്റ്ലി നല്ലപോലെ പ്രൊജക്ഷൻ ഉണ്ടാവില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് പിടിക്കാം. ഓക്കെ, വർക്കിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും ആ ഫാൻ്റെ സൗണ്ട്. ഇപ്പോൾ ഇത്തിരിയോടെ ഫാൻ്റെ സൗണ്ട് കൂടിയാന്ന് എനിക്കൊരു സംശയം ഉണ്ടോ അന്നത്തേലും. നമ്മുടെ പ്രൊജക്ടർ ഓണായി വരുന്നുണ്ട്. നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം. അലക്സ ടേൺ ഓഫ് ഓഫീസ് ലൈറ്റ്. ഇതാണ് നമ്മുടെ അലക്സയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റക്കായി നിൽക്കും. അലക്സ അലക്സ ടേൺ ഓഫ് വീഡിയോ ലൈറ്റ്. എൻ്റെ പൊന്നോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്, വേണ്ട ഇപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് സ്പോട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗത്തുണ്ടോ യൂട്യൂബിൻ്റെ പൊക്കത്ത് കണ്ടോ, ഇവിടെ ഇട്ട് ഓർമ്മയുണ്ട്, ഇവിടെ ഇട്ട് ഓർമ്മയുണ്ട്. ശ്രദ്ധിച്ചതിന് അറിയാൻ വേണ്ടി പറ്റും. വേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ആ 3 സ്പോട്ട്, ഞാൻ പറഞ്ഞ 3 സ്പോട്ട് അവിടെ തന്നെ ഉണ്ട്. ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിക്കാം. വേണ്ട സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി കണ്ടോ, കറക്റ്റ് ആ 3 സ്പോട്ട് അവിടെ കണ്ടോ. പിന്നെ കുറേ പൊടി പോലെ ഉണ്ട്, അതെല്ലാം പ്രൊജക്ടറിൽ തന്നെയുള്ളതാണ്. ഒരുവിധപ്പെട്ട പ്രൊജക്ടറുകളാണ്, കുറച്ചുകൂടെ മതിലുള്ളതുകൊണ്ട്. അതുപോലെ ആ എബൌട്ട് ഡിവൈസിൻ്റെ ഉണ്ടല്ലോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. കണ്ടോ, ഒരെണ്ണമാണ് ഉള്ളത് മെയിനായിട്ട്. പിന്നെ കുറച്ച് പൊടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ കയറിയതായിരിക്കും. അതല്ലാതെ വേറെ എല്ലാ ഫങ്ഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പ്രൊജക്ടറിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ റാപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സീരീസിൽ വരുന്ന വീഡിയോസ് എല്ലാം സിമ്പിളായിട്ടുള്ള സംഭവങ്ങളായിരിക്കും, വെറുത്താണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഒരു ചെറിയൊരു പ്രൊജക്ടർ, ഒരു എന്താ പറയുക, ഒരു 40 അല്ലെങ്കിൽ ഒരു 50 ഇഞ്ച് വരെ നമുക്ക് കുഴപ്പമില്ലാതെ ഇതിൻ്റെ ക്വാളിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇത്തിരി ഒന്ന് പുറകിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെയിൻ കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടർ നേരെ ഇരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് പൊക്കത്തേക്ക് ഇരിക്കണം. എന്നാലേ നമ്മുടെ ആ ഒരു ഇത് ഓട്ടോ കറക്ഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ചില ആംഗിളിൽ ഇരിക്കുമ്പോൾ ഈ ഓട്ടോ കറക്ഷൻ, അതായത് സ്ക്രീനിൻ്റെ ഇത് കറക്റ്റായിട്ടായിരിക്കില്ല വരുന്നത്, പ്രൊജക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളത് മാനുവലി ഒന്നില്ലെങ്കിൽ ഇത് ചെയ്യേണ്ടി വരും, കറക്റ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് ഓട്ടോ കറക്ഷൻ കറക്റ്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ആംഗിൾ അല്ലെങ്കിൽ നമ്മൾ പൊക്കത്തേക്ക്. അപ്പോൾ ചില ആംഗിൾസ്, ഇപ്പോൾ ഇങ്ങനത്തെ ആംഗിൾസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആംഗിൾസിലൊക്കെ നമ്മൾ മതിലേക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരില്ല. അതൊരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കർ അത്ര പോരാ, സ്പീക്കർ ഒട്ടും തന്നെ പോരാന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഓക്സ് കേബിൾ ഉണ്ട്, നമുക്ക് ഓക്സ് കേബിളിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലാഗ് വരുന്നുണ്ട്. ഓഡിയോയും വീഡിയോയും തമ്മിൽ അത്യാവശ്യം സിങ്കിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്ക്രീൻ മിററിങ് ഒരുപാട് പേര് ചോദിക്കാറുള്ള സംഭവമാണ്. നമ്മൾ സ്ക്രീൻ മിററിങ് ചെയ്ത് നോക്കി. സ്ക്രീൻ മിററിങ്ങിൽ ക്വാളിറ്റി അത്യാവശ്യം നല്ലപോലെ കുറയുന്നുണ്ട്. ഏകദേശം ഒരു എന്താ പറയുക, ഒരു 480 സംതിങ് അല്ലെങ്കിൽ ഒരു 360 നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് മിക്ക സമയം കിട്ടിയത്. അതുപോലെ തന്നെ ചില സമയത്ത് സ്ക്രീൻ മിറർ ചെയ്യുമ്പോൾ ഓഡിയോ ലാഗ് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു ഓഡിയോ ലാഗ് വരുന്നുണ്ട്. ഒരു 1-2 സെക്കൻഡിന് ലാഗൊക്കെ വരെ നമുക്ക് ചില സമയത്ത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻ മിററിങ് ഉപയോഗിച്ച് കാണുന്നതിനേക്കാളും ഞാൻ മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് യൂട്യൂബ് സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും കാണുക, അല്ലെങ്കിൽ നമ്മൾ പെൻ ഡ്രൈവിൽ ഒരു 720p അല്ലെങ്കിൽ 1080pയുടെ വീഡിയോ ഫയൽ എടുത്ത് നമ്മൾ സിനിമയിൽ കാണുന്നുണ്ടെങ്കിൽ അത് പെൻ ഡ്രൈവിൽ കുത്തിയിട്ട് കാണുക. പെൻ ഡ്രൈവിൽ നിന്ന് കറക്റ്റ് ഇതിനകത്ത് ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് MX പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് TV ബോക്സിൻ്റെ സെയിം
സംഭവം ഇതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ സ്റ്റോക്ക് വരുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് MX Player തന്നെയായിരുന്നു. MX Player ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ട്വീക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് MX Player പോലുള്ള ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 720p ആണ്. HD പ്രൊജക്ടറാണ്, 1080p അല്ല. അപ്പോൾ നമുക്ക് 4K അല്ലെങ്കിൽ 1080p ഫയൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൗൺഗ്രേഡ് ചെയ്ത് 720p ആയിട്ട് കാണിക്കും. അപ്പോൾ നോർമൽ 720pനേക്കാളും നമ്മൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരിത്തിരി ക്ലാരിറ്റി കൂടുതലുള്ള പോലെ തോന്നും. പക്ഷേ എന്നാലും നമ്മുടെ പ്രൊജക്ടറിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 720p ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ 720p എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വലിയ പ്രൊജക്ഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്ലാരിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ഡാർക്ക് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് യൂസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ നോർമൽ ഡേ ലൈറ്റ് കണ്ടീഷനിലൊക്കെ ഇത് ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വാഷ്ഡ് ഔട്ട് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൽ വേറൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ ഒക്കെ നമുക്ക് പ്രീ ബിൽഡ് ആയിട്ട് ആപ്പുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ പ്രൈമിൻ്റെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രൈം വീഡിയോയുടെ. അതുകൊണ്ട് ഞാൻ പ്രൈം വീഡിയോ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആപ്പ് വെച്ച് സൈൻ ഇൻ ചെയ്യാൻ നോക്കിയിട്ട് സൈൻ ആവുന്നുണ്ടായില്ല. അതുപോലെ തന്നെ നമ്മൾ പുതിയ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്തു. കാര്യം ഇതൊരു ആൻഡ്രോയിഡ് TV ബോക്സ് തന്നെയാണ് പ്രൊജക്ടറിന്, അതേ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുവഴി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ ആപ്പ്. അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. അതിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായില്ല. പക്ഷേ ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആ പ്രൈം വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് നോർമലി നമ്മുടെ TV യിൽ കാണുന്ന പോലെ തന്നെ ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ ഇഷ്യൂസൊന്നും നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല. കുറച്ച് നേരം നമ്മൾ വീഡിയോ പ്ലേ ബാക്ക് ചെയ്ത് നോക്കിയോളൂ. അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ചൂടാവും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തൊട്ടതിനകത്ത് തന്നെ അറിയാൻ വേണ്ടി പറ്റും നല്ലൊരു ചൂടാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വെക്കുമ്പോൾ മതല്ല അടുപ്പിച്ചൊന്നും വെക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. കാര്യം അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ വന്നിട്ട് എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. മാക്സിമം ഒരു ഇത്രയെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല കാറ്റും ഇതൊക്കെ ഉള്ള റൂമിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നോക്കുക. ചൂട് സർഫസിൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് പോയിന്റിന് വെർത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു വെർത്താണ്. ഒരുപാട് പേർക്ക് കംപ്ലൈൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. നമ്മുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുമ്പോൾ ഞാനിത് പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്. എനിക്ക് ഇതുവരെയായിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് ഇഷ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആമസോണൊക്കെ നമുക്ക് നോക്കാം. കാര്യം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവും നോക്കാം. റീപ്ലേസ്മെൻ്റ് അല്ല, ആമസോണിലാണെങ്കിലും നമുക്ക് 7 day റിട്ടേൺ ഒക്കെ ഉണ്ടാവും. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം, വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ആ 7 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാം. റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്തത് എടുക്കാൻ വേണ്ടി നോക്കുക. റിട്ടേൺ കുറവാണെന്ന് തോന്നും. പക്ഷേ ആമസോണിൽ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 6000-7000 രൂപയൊക്കെ വരുന്നുണ്ട്. ആ ഒരു റേറ്റിന് ഇത് വെർത്താണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൺഫ്യൂസിങ് ആണ്. 6000 അല്ലെങ്കിൽ ഒരു 5000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും വെർത്താണെന്നുള്ളത്. പക്ഷേ ഗ്യാരണ്ടി അതൊരു പ്രശ്നമാണ്, ഒരു റിസ്ക് ഉണ്ട്. അതെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഈ ഒരു പ്രൊജക്ടറിനെ കുറിച്ച് പറയാൻ. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യാം. ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, മാക്സിമം പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.